ആണ് ആണ് ഇജാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്ക് പരിപാടി തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വേണ്ട വേണ്ട നിൽക്കുമ്പോഴേ വീണ്ടും വീണ്ടും പറയിപ്പിക്കാനായിട്ടേ പള്ളമ്മയും മൂടുമൊക്കെ കൈവച്ച് നടക്കുക. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, പറയല്ലാതെ നിവർത്തില്ല. ആ ആ ഓനെന്നെ നമ്മുടെ ജാസിക്കാക്ക സോഷ്യൽ മീഡിയയിലൊക്കെ പൂന്ത് വിളയാടല്ലേ. എന്നാ പിന്നെ തുടങ്ങിയാലോ. ഓൻ എന്തൊക്കെയാ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടോക്കാം. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നുണ പറയുന്നല്ല. സീരിയസ്ലി ഞാൻ വെറുതെ പറയാം. ഫേക്കല്ല ഇത്. ഇത് അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ചുരിദാറിലിടാറ്. സാരി എടുത്ത് വന്നിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ. തമാശ പറയല്ലോ കേട്ടോ. നിങ്ങൾ ഇപ്പൊ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ആയിക്കോട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാലേ. അപ്പൊ പിന്നെ എല്ലാരും അറിഞ്ഞു എന്ന് കരുതുന്നു. ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ഗർഭണം നടക്കണത്, അതും സീരിയസ്ലി. ഞാൻ നുണ പറയുന്നല്ല, സത്യമായിട്ടും ഞാൻ പ്രഗ്നന്റ് ആണ്. ഇജ് പ്രഗ്നന്റ് ആണെന്നല്ല, പെർമനന്റ് ആണ്. അത് മതി. പിന്നെ സാരി കൊടുത്തിക്കണത് വയറ് കാണാതിരിക്കാനാ. അത് വയറ് കാണാതിരിക്കാനൊന്നല്ല, എൻ്റെ സാമാനം കെട്ടി വെച്ചിരിക്കണ കയറ് കാണാതിരിക്കാനല്ലേ. പിന്നെ ഓൻ പറയണ വെയിറ്റ് ചെയ്യാന്. എന്തിനു വെയിറ്റ് ചെയ്യണു? ജപ്പിടണ കാണാനോ? അതെൻ്റെ ഒപ്പം നടക്കണില്ലേ ആശി, ഓൻക്ക് കാട്ടിക്കൊടുത്താൽ മതി. പിന്നെ എൻ്റെ അപ്പിടാൻ കാണാനല്ലേ ജനങ്ങൾക്ക് മുട്ടിക്കണ്. ഒന്ന് പെയ്ക്കങ്ങായി ഒരു പെരിച്ചായി മടിയും വെച്ചിട്ടേ എന്തൊക്കെ ആഗ്രഹമാണ്. എന്നിട്ട് എവിടെ പെരിച്ചായി? ഇതൊക്കെ കേട്ടിട്ട് ഏതെങ്കിലും മൂലൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും. ആ അതൊക്കെ പോട്ടെ, എന്നിട്ട് ഓന് ചെക്കപ്പിന് വയ്ക്കുക. ഇതൊന്ന് കണ്ടോക്കി. എല്ലാവരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസി എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസ് കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ. ചേറ്റാ. അതും സീരിയസ്ലി. ഓനക്ക് പിന്നെ നുണ പറയാനൊന്നും അറിയില്ലല്ലോ. അല്ല മോനെ, എന്തിന്റെ ചെക്കപ്പാണ്? സാമാനം ചെറുതായോ എന്നുള്ള ചെക്കപ്പോ? എന്നിട്ട് എന്തായി? വല്ല മാറ്റം ഉണ്ടോ? ഏതായാലും ഇജ് അങ്ങോട്ട് വന്നതല്ലേ, അവിടെ മുട്ട ഫേഷ്യൽ ഉണ്ടാവും. അതും കൂടിയാണ് ചെയ്തോളാം. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്തൻ ചെക്കപ്പിന് ബ്യൂട്ടി പാർലറിൽ വരുന്നത്. അല്ലെങ്കിലും ഇവൻ്റെതൊക്കെ അല്ലേ ഒക്കെ തലകുത്തനെയാണ്. ഈ ചെങ്ങായിക്ക് ഒരു നാണമാനല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാന്. പള്ളിയിലാണ് എന്ന്. അല്ല മാനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അനക്ക് ഗർഭപാത്രം ഉണ്ടോ? എന്താ എൻ്റെ വിചാരം? അത് വല്ല പഴയ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടണമെന്ന് കരുതിയിട്ടാ? അത് സ്ത്രീകൾക്കായിട്ട് മാത്രം ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. അല്ല, അന്നോടൊക്കെ ഗർഭപാത്രത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പെണ്ണായി മാറാനേ സാമാന്യം ചെത്തിക്കളയാത്ത ആളാ ഈ ഗർഭത്തിനെ കുറിച്ച് പറയണത്. ഇതൊന്നല്ല, ഇവൻ ഗർഭിണികളെ കളിയാക്കിയിട്ട് കുറച്ച് ചേഷ്ടകൾ ചെയ്യുന്നുണ്ട്. അതൊന്നും കണ്ടോക്കിയാലോ. അതൊന്നും കണ്ടോക്കി. ഓ എൻ്റെ അപ്പോ. എടാ പരനാറി, അങ്ങനെ തന്നെ പറയട്ടെ. ഇതൊക്കെ പലയിടത്തും പോയിട്ടേ കണ്ണി കണ്ടൊക്കെ വാരി വലിച്ച് നിന്നിട്ടേ അനക്ക് വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു പെണ്ണിനില്ലേ ഈ സമയത്ത് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ചില ദിവസങ്ങളിൽ എത്ര ഛർദിക്കുന്നറിയോ? എണ്ണിയാ തീരൂല. ചില നേരത്ത് ഛർദിച്ചിട്ടേ നേരങ്ങത്തിൽ നിൽക്കാൻ കഴിയൂല. പിന്നെ നേരങ്ങത്തിലൊന്നും ഉറങ്ങണമെങ്കിലേ ആ കുട്ടി പുറം ലോകം കാണണം. ഇജ്ജിന്നിട്ട് എത്ര നിസ്സാരമായിട്ടാണ് ഇതൊക്കെ പറയണത്. അത്രയും വേദനയും യാതനയൊക്കെ സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകണത്. അല്ലാതെ എൻ്റെ മാരിയേ ഓസി കിട്ടണൊക്കെ വാരി വലിച്ചു നിന്നിട്ടേ മറ്റേ കുണ്ടൻ്റെ ഒപ്പം കോൽക്കളിയും കളിച്ചിട്ടേ വളിയും മുട്ട് കടന്നുറങ്ങണ അൻ്റെത്തൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കണ എന്താ അറിയോ? സ്ത്രീവേഷം ഇട്ടിട്ട് സ്ത്രീകളെ പച്ചക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനെ നിലക്കിർത്താനേ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഓൻ എത്ര നിസ്സാരമായിട്ട് അതൊക്കെ കാണുന്നത്. പിന്നെ അതുമല്ല, ഓനീ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കി. നയൻതാര മാം രണ്ട് കുട്ടികളുണ്ട്. നയൻതാര പ്രസവിച്ച കുട്ടിയാണോ? നയൻതാര പ്രസവ വേദന അനുഭവിച്ചോ? ഇല്ലല്ലോ. അവര് സരോഗസി വഴിയാണ് കുട്ടിയുണ്ടത്. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അവരൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ പ്രസവിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. നിങ്ങൾ പറയല്ലോ ജാസി ആണാണ്, പിന്നെ എങ്ങനെ ജാസി പ്രസവിക്കും, ജാസി എങ്ങനെ ഒരു അമ്മയാവുന്നത്. അപ്പൊ ഇവിടെ പ്രസവിക്കാതെ എത്രയോ ചേച്ചിമാരുണ്ട്. എന്ത് നയൻതാരേ? അത് നയൻതാര, ഇത് നയൻ ഡാഷ് താര. ആ വ്യത്യാസമുണ്ട് മോനെ. പിന്നെന്താ പറഞ്ഞ് പ്രസവിക്കാൻ കഴിയാത്ത ചേച്ചിമാരോ? ഇജ്ജി കൊലയും തൂക്കിയിട്ടേ ഇജ്ജെങ്ങനെ ഈ ചേച്ചിമാരെ താരതമ്യം ചെയ്യാ? ഓൽക്കൊക്കെ ഇതിന് കഴിയണില്ലെങ്കിലേ ഓല് അത്രയും വിഷമിക്കണുണ്ടാവും. അതൊക്കെ പറഞ്ഞ അനക്കെങ്ങനെ അറിയാ? ഇജൊരാണല്ലേ, അനക്കിപ്പോ എന്തിനാ കുട്ടീന്ന് ഞമ്മക്കറിയാം. അപ്പുറത്ത് നിൽക്കണ കറവ പശു ഇല്ലേ,
ആശിപ്പശു. അതിന്റെ കറവ പറ്റി. അപ്പൊ ഇനി കുട്ടിന്റെ പേര് പറഞ്ഞിട്ട് വേണം ഇനി കുറച്ച് ഉണ്ടാക്കാന്. ഇവൻക്ക് ഈ ആഗ്രഹമല്ലേ, ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാ. ഇവന് പള്ളമേര് തലയണേ അല്ലെങ്കിൽ മറ്റേ ആശിന്റെ സ്നെഗ്ഗിയോ എന്തൊക്കെയോ വെച്ചിട്ട് ഒരു റീലണ്ട് ഇട്ടു. ആ റീലണ്ട് വൈറലായി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവൻക്ക് വൈറലാകണമെന്ന്. അതിന്റെ മുന്നേ ഇവൻക്ക് ആകെ ഒരു വിചാരമുണ്ടായിരുന്നു, ആ കുണ്ടനാശിന്റെ ഒപ്പല്ലേ തത്തകിടതാ കളിച്ച. എൻ്റെ അമ്മോ, ഞാൻ അറിയാതെ ആശിനെ പറഞ്ഞു. ആ കുണ്ടനെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുണ്ടനെ നോവും. അതൊന്നും കണ്ടോക്കാണി. എന്റെ പാർട്ട്ണറെ കുറിച്ച് പറയാൻ ഇവർക്കൊക്കെ എന്താണ് അധികാരമുള്ളത്? അതിൽ വളരെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്ത് ഇതുണ്ട് ഇവരെ കുറിച്ച് പറയാൻ? ഈ ആശിനെ കുറിച്ച് പറയാനൊക്കെ ഇവർക്ക് എന്ത് യോഗ്യത ഉണ്ട്? പാർട്ട്ണറോ? എന്ത് പാർട്ട്ണർ? കോൽക്കളിന്റെ ഒന്ന് പൈക്കരിക്ക. ഈ കുണ്ടന്മാരെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. വല്ല പാലത്തിൻ്റെ ഓട്ടിലോ വല്ല പുഴങ്കരയത്തോ പോയി നോക്കിയാൽ മതി. ഇവരെ കുറിച്ച് എല്ലാതും അറിയാം. നമ്മൾ തന്നെ എത്ര എണ്ണത്തിനെ തച്ചാട്ടിക്കണമെന്ന് അറിയോ? എന്നിട്ട് ഓന് പറയാണ് യോഗ്യത വേണം, യോഗ്യത. എന്താ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇക്കണ്ട കോപ്രായൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും പറയണേ. ഇപ്പൊ പറയണുള്ളൂ. ഇത് ഇവിടം കൊണ്ട് നിർത്തിയിട്ടില്ലെങ്കിലേ ജനങ്ങൾ എന്നെ അടിച്ചോടിക്കണ ദിവസം അധിക ദൂരല്ല. ഇക്കണ്ട കോപ്രായൊക്കെ കാട്ടിക്കൂട്ടിയതും പോരാ, ഓൻ ഇനിയിപ്പൊ അമ്മയാകാൻ നടക്കണത്രേ. ഇതൊന്നും ഉണ്ടോക്കി. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അതിനെ പറഞ്ഞ ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് ടു സേ ഐ ആം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. നാളെ ഒരു എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെ അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കണം. ഞങ്ങൾ സരോഗസി വഴിയാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. ചില അത് ഞങ്ങൾ പേഴ്സണൽ പേര് പറഞ്ഞു. ഞങ്ങളുടെ ലൈഫിൽ വളരെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ കണ്ടിട്ട് പോലില്ല. ഒന്ന് പൈക്കരിക്ക. മറ്റോനെന്താ അതിൻ്റെ അടിയിൽ കൂടെ വർത്താനം പറയണു? കാക്ക വർത്താനം പറയണണ്ടില്ലേ? എന്നിട്ട് കാക്ക പറയാം എനിക്ക് അമ്മയാകണം അമ്മയാകണമെന്ന്. അമ്മയല്ല, അച്ഛന്മാരെ, 2 കുണ്ടച്ചന്മാരെ. പിന്നെന്താ പറഞ്ഞ പേഴ്സണൽ കാര്യോ? പേഴ്സണൽ കാര്യമാണെങ്കിൽ അതൊക്കെ വീട്ടില്, അല്ലാതെ പള്ളമ്മ തടവിട്ട് മൂട്ടിൽ തടവിട്ടേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കളിച്ചാൽ നിൽക്കരുത്. ഇങ്ങനെ നടക്കൂന്നൊക്കെ കരുതി നടന്നു കഴിഞ്ഞാലേ ഇതൊക്കെ കേൾക്കേണ്ടി വരും. എന്നിട്ട് ഓനെ അമ്മയാകാ തരേ. അമ്മയല്ല, അമ്മാവനാണ്. ജാസിയെ ഇപ്പോഴും പറയാണ്, ഇത് കുറച്ച് ഓവറാണ്. ഈ ഗർഭം കൊണ്ടുള്ള കളി ഇത് സകല സ്ത്രീകളെയും കളിയാക്കണ മാതിരിയാണ് ഇജ്ജി കാട്ടുന്നത്. ഇതുവരെ ഇജ്ജൊരു ആണായി കൊണ്ടില്ലേ എൻ്റെ നേരൊക്കെ ആണുങ്ങളാ വന്നിന്ന്. പക്ഷെ ഇതേപോലല്ലേ പള്ളമി മൂട്ടിലൊക്കെ തടവിയിട്ടേ ഗർഭാണെന്ന് പറഞ്ഞ് കടന്നു കഴിഞ്ഞാലേ ഇനി എൻ്റെ നേരക്ക് വരുന്നത് പെണ്ണുങ്ങളാ കാരം. അത് ചിലപ്പോൾ എനിക്കേ താങ്ങൂല. ഇജ്ജാൻ്റെ കൊലയും താങ്ങി പിടിച്ചിട്ടേ കണ്ടം വഴി ഓടേണ്ടി വരും. അപ്പം അതൊക്കെ നിർത്താൻ എൻ്റെ മുമ്പോട്ടുള്ള കുണ്ടൻ ജീവിതത്തിന് ഹാനികരം. അപ്പം എന്തായാലും ഓനീ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഇപ്പം ഇനി നിർത്തുന്നു കരുതാം. അതുകൊണ്ട് തൽക്കാലം ഞാനും നിർത്താണ്. അപ്പം എന്തായാലും മറ്റൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.